Good afternoon. Good afternoon, teacher. Good afternoon. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പറ്റി? ചിനു, ജാസ്മിൻ വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് ബോറടിച്ചോ? ഇത് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ, ഷാരോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടീച്ചർ മോൾക്ക് വയ്യായിരുന്നു, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടു. ഹോസ്പിറ്റലിൽ ഓക്കെ. ഓക്കെ, അപ്പോ നിങ്ങളുടെ ചാപ്റ്റർ ഒക്കെ ക്ലാസ് ഒക്കെ ഏകദേശം കഴിയേണ്ട ടൈമായി. ഇനിയിപ്പോ നമുക്ക് കുറച്ച് ചാപ്റ്റർ കൂടി ഉണ്ട്. എനിക്ക് ഈ ഒരു ചാപ്റ്റർ കൂടി ഉണ്ട് എടുക്കാനായിട്ട്. അതുകൊണ്ട് എന്താ പറയാ, ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. ടീച്ചേഴ്സ് ആണെങ്കിലും സ്പീഡിലാണ് ഇനിയിപ്പോ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകം നോട്ട് ചെയ്യാൻ പറയും, അത് പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. ഓക്കെ, ആ ഭാഗത്തെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഒരുപാടുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാം. ഈ തേർഡ് മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചാപ്റ്റർ തന്നെയാണ്. അപ്പൊ ഒരുപാടുണ്ട്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. എക്സാമിന് ഏകദേശം നമുക്കറിയാലോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ഏരിയ ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ പറയും. അതൊക്കെ ഒന്ന് പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ബാക്കിയൊക്കെ നമുക്കൊന്ന് വായിച്ചു പോകാം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന ഏരിയാസ് പ്രിന്റ് നോട്ട് ചെയ്ത് തന്നെ ഒന്ന് നോട്ട് ചെയ്യുക. ABC അനാലിസിസ്. ABC അനാലിസിസ്. ഇവിടെ നമുക്ക് ഓരോ ഐറ്റത്തിനെ നമുക്ക് ABC എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താ നോക്കിയേ, ABC analysis. Maintain a proper control of inventories. ABC technique is used. ഇൻവെന്ററികളുടെ ശരിയായ നിയന്ത്രണത്തിന്, കൺട്രോളിന് നമുക്ക് ABC ടെക്നിക്ക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ മെറ്റീരിയൽസിനെയും നമുക്ക് A ഐറ്റം, B ഐറ്റം, C ഐറ്റം എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ABC അനാലിസിസിന് ഓരോ മെറ്റീരിയൽസിനെ നമുക്ക് അതിന്റെ കൺസെപ്ഷൻ എങ്ങനെയാണെന്ന് ബേസ് ചെയ്തിട്ടുണ്ട്. ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ വാല്യൂ ഓഫ് കൺസെപ്ഷൻ. ഈച്ച് ഐറ്റം കൺസ്യൂം ഹൗ മച്ച്, എത്രത്തോളം ഓരോ ഐറ്റമും കൺസ്യൂം ചെയ്യും എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മെറ്റീരിയൽസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? A ഐറ്റംസ്, B ഐറ്റംസ്, C items. Okay, A items, B items, C items. Okay, maintain in proper control of inventories. Inventories in the proper control na namke ABC technique aanu use cheyyunnathu. Materials are categorized into 3 groups. Appo ABC analysis la oro materials ne 3 group aayittaan classify cheyidekkunnathu. A, B and C according to the cost of the material and money value for consumption. എന്തിനെ ബേസ് ചെയ്താ? അതിന്റെ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട്. According to the cost of the materials and money value of consumption. മണി വാല്യൂവിനെ ബേസ് ചെയ്ത് അതിന്റെ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഈ ഓരോ മെറ്റീരിയൽസിനെയും നമുക്ക് ഓരോ ഐറ്റത്തിനെയും നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ A ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ക്വാളിറ്റി, എമൗണ്ട് ഈസ് ഹൈ. ക്വാളിറ്റി കുറവ്, എമൗണ്ട് കൂടുതലുള്ള ഐറ്റംസ് ആണ് A ഐറ്റത്തിൽ വരുന്നത്. ക്വാണ്ടിറ്റി കുറവായിരിക്കും. അപ്പൊ A ഐറ്റത്തില് നമ്മൾ മെറ്റീരിയൽ 10% മെറ്റീരിയൽ ഉള്ളൂ എങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ബട്ട് ദ കോസ്റ്റ് ഈസ് 70 ആയിരിക്കും. അപ്പൊ ഒരു 100 എടുക്കുവാണെങ്കിൽ നമ്മൾ അതിന്റെ അളവ്, അതിന്റെ ആ മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി കുറവും അതുപോലെ പക്ഷെ അതിന്റെ എമൗണ്ട് ഹൈ ആയിരിക്കും, കോസ്റ്റ് ഹൈ ആയിരിക്കും. അങ്ങനെയുള്ള ഐറ്റത്തിനാണ് A ഐറ്റം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഈ എക്സ്റേ എടുക്കുന്ന എക്സ്റേ മെഷീന് അതൊക്കെ എന്ന് പറഞ്ഞാൽ എണ്ണം കുറവായിരിക്കും ഹോസ്പിറ്റലില്. ആ മെറ്റീരിയലിന്റെ എണ്ണം കുറവാണ്, ക്വാണ്ടിറ്റി ആണ്, ക്വാണ്ടിറ്റി കുറവ്. പക്ഷെ എന്താണ്, അതിന്റെ വില കൂടുതലായിരിക്കും അല്ലെ? ഒരുപാട് ഉണ്ടാവുമോ? ഇപ്പൊ എക്സ്റേ എടുക്കുന്ന എക്സ്റേ മെഷീനൊക്കെ ഒരുപാട് ഉണ്ടാവുമോ ഹോസ്പിറ്റലില്? ക്വാണ്ടിറ്റി കുറവായിരിക്കും, പക്ഷെ അതിന്റെ വില എങ്ങനെയാ, കോസ്റ്റ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. കോസ്റ്റ് കൂടുതലുള്ള അതാണ് A ഐറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ഹോൾ ഓഫ് ദ ഇൻവെന്ററി there are few costly items
which comes under these groups. ഈ മൊത്തം ഇൻവെന്ററിയില് ഈ ഗ്രൂപ്പിൽ വരുന്ന ചില കോസ്റ്റ്ലി ചില വിലയേറിയ ഐറ്റംസ് ഉണ്ട്. അപ്പൊ കോസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, ദീസ് ഐറ്റംസ് മേ നോട്ട് ബി മോർ ദാൻ 10% ഓഫ് ദ ടോട്ടൽ ഐറ്റം. ടോട്ടൽ ഐറ്റത്തിന്റെ 10% മാത്രമേ ഉള്ളൂ ഈ ഐറ്റംസ്. മൊത്തം ആ ഹോസ്പിറ്റലിൽ എത്ര മെറ്റീരിയൽസ് ഉണ്ട്, എത്ര ഐറ്റംസ് ഉണ്ട്, അതിന്റെ 10% മാത്രമാണ് ഈ എ ഐറ്റംസ് വരുന്നത്. ബട്ട് കൺസ്യൂംസ് അബൌട്ട് 70 ഓഫ് ദ ടോട്ടൽ ബഡ്ജറ്റ്. പക്ഷെ എത്രയാ അതിന്റെ വില എത്ര വരും? 70%. പക്ഷെ 70% ഏകദേശം അതിന്റെ 70% ഉപഭോഗം ചെയ്യുന്നു. സോ ദ നീഡ് പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹെഡ്വിൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുന്നത്, അതിനാൽ ശരിയായ സംഭരണവും അതിന്റെ സ്റ്റോറേജും അതുപോലെ തന്നെ ഹാൻഡിലിങ്ങും നല്ല രീതിയിൽ ചെയ്യണം. അതിനാൽ ശരിയായിട്ടുള്ള സംഭരണവും അതിന്റെ കൈകാര്യവും നല്ല രീതിയിൽ ചെയ്യണം. മെറ്റീരിയൽ കുറവല്ലേ, പക്ഷെ കോസ്റ്റ് കൂടുതലുള്ള ഐറ്റംസ് ആണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തോ. മെറ്റീരിയലിന്റെ കോസ്റ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഫ്യൂ ആയിരിക്കും, ഫ്യൂ ക്വാണ്ടിറ്റി, ബട്ട് ദ കോസ്റ്റ് ഈസ് ഹൈ. Okay. Overstocking is avoided. Only necessary quantities of these inventories are purchased and stocked. Overstocking is avoided. നമുക്ക് overstocking ഒഴിവാക്കാൻ പറ്റും. Only necessary quantities of these ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി are purchased and ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിലുള്ള മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുക, സ്റ്റോക്ക് ചെയ്യുക. ഓവർ സ്റ്റോക്കിങ് ഒഴിവാക്കാൻ പറ്റും. ഇത്രയും നിങ്ങൾ ഓർക്കുക. എ ഐറ്റത്തിൽ വരുന്നത് എങ്ങനെയാ? ഫ്യൂ ക്വാണ്ടിറ്റി ബട്ട് ദ കോസ്റ്റ് ഈസ് ഹൈ. ക്ലിയർ ആയോ? ഇനി ബി ഐറ്റത്തിൽ വരുന്ന ഐറ്റംസ് അണ്ടർ ദിസ് ഗ്രൂപ്പ്സ് ആർ നൈദർ കോസ്റ്റ്ലി നോർ ചീപ്പ്. അധികം കോസ്റ്റ്ലിയോ അല്ലെങ്കിൽ അധികം ചീപ്പോ അല്ലാത്ത രീതിയിലുള്ള ഐറ്റം ആണ്. അധികം വില കുറഞ്ഞതോ അല്ലാത്ത രീതിയിലുള്ള ഐറ്റം ആണ് ബി ഐറ്റത്തിൽ വരുന്നത്. ദീസ് ഐറ്റംസ് constitute 20% of the total quantity of these inventories. ഈ ഇൻവെന്ററീസിന്റെ 20% ഇതാ വരുന്നത്. അതായത് ഈ ഐറ്റം എന്ന് പറഞ്ഞപ്പോ നമുക്ക് ഓക്സിജൻ സിലിണ്ടർ, ഇപ്പൊ ഒരു 10 ഓക്സിജൻ സിലിണ്ടർ ഉണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് ഈസ് ഓൾവേസ് 10 ആയിരിക്കും. രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് 20% ആണെങ്കിൽ ഇവിടെ അതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 20 തന്നെയായിരിക്കും. അതാണ് നമ്മള് ബി ഐറ്റത്തിൽ വരുന്നത്. ആദ്യത്തേല് മെറ്റീരിയൽ ഐറ്റം കുറവായിരുന്നു, കോസ്റ്റ് കൂടുതലായിരുന്നു. പക്ഷെ ബി ഐറ്റത്തിൽ രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, ദീസ് ഐറ്റം കോൺസ്റ്റിറ്റ്യൂട്ട് 20% ഓഫ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദ ഇൻവെന്ററീസ്. 20% ഓഫ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഇൻവെന്ററീസ്. ഇൻവെന്ററികളുടെ മൊത്തം ചെലവിന്റെ 20%. രണ്ടും അവിടെ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഐറ്റം 20 ആണെങ്കിൽ അതിന്റെ കോസ്റ്റ് ഈസ് ഓൾവേസ് 20. ഓക്കെ, രണ്ടും സെയിം ആയിരിക്കും. ഇനി സി ഐറ്റത്തിൽ നോക്കിയേ. സി ഐറ്റം, ദീസ് ഐറ്റംസ് ആർ കമ്പാരിറ്റീവ്ലി ചീപ്പർ ഇൻ കോസ്റ്റ് ആൻഡ് represented 70% ഓഫ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദ ഇൻവെന്ററീസ്. ഇത് നോക്കിയേ, ഈ സി ഐറ്റം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറവായിരിക്കും, ചീപ്പർ കോസ്റ്റ് ആയിരിക്കും. And the represents 70% of the total quantity. പക്ഷെ the quantity കൂടുതലായിരിക്കും. ക്ലിയർ ആയോ? സി ഐറ്റത്തിൽ എങ്ങനെ കോസ്റ്റ് കുറവ്, പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. 10% of the total expenditure of inventories. അപ്പൊ അതിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ 10% വരുള്ളൂ. കോസ്റ്റ് വളരെ കുറവ്. സിറിഞ്ച്, ഹോസ്പിറ്റലിലെ സിറിഞ്ച് കുറയില്ലേ? കുറേ സിറിഞ്ചുകളില്ലേ? പക്ഷെ അതിന്റെ കോസ്റ്റ് എങ്ങനെയാ? കുറവായിരിക്കും അല്ലെ? സിറിഞ്ചിന്റെ വില കുറവല്ലേ? എന്താ ആരും ഒന്നും മിണ്ടാത്തേ? അപ്പൊ നമ്മൾ എ ഐറ്റത്തിൽ എങ്ങനെയായിരുന്നു? എ ഐറ്റം എന്ന് പറഞ്ഞ എങ്ങനെയാ? ക്വാണ്ടിറ്റി കുറവും കോസ്റ്റ് കൂടുതലും. ഓക്കെ, അതങ്ങനെ ക്ലിയർ ചെയ്തൊന്ന് എഴുതി വെക്കാട്ടോ. ക്വാണ്ടിറ്റി കുറവും കോസ്റ്റ്, അത് എമൗണ്ട് ഈസ് ഹൈ ഐറ്റം ആണ് എ ഐറ്റത്തിൽ വരുന്നത്. ഇനി ബി ഐറ്റത്തിൽ രണ്ടും സെയിം ആയിരിക്കും. അതിപ്പോ there will be a 20 oxygen cylinder, then the cost will be also 20. രണ്ടും സെയിം ആയിരിക്കും. ഐറ്റം സെയിം ആയിരിക്കും, അതിന്റെ കോസ്റ്റും സെയിം ആയിരിക്കും. ഇനി അടുത്ത സി ഐറ്റം. സി ഐറ്റത്തിൽ എങ്ങനെയാ? മെറ്റീരിയൽസ് കുറെ ഉണ്ടാവും. ഓക്കെ, അതിന്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും, പക്ഷേ കോസ്റ്റ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും.
അതിനാണ് നമ്മൾ സിറിഞ്ച് എക്സാമ്പിൾ പറഞ്ഞത്. സിറിഞ്ച് കുറേ സിറിഞ്ചുകൾ ഉണ്ടാവും, പക്ഷെ എന്താ അതിന്റെ ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും, കോസ്റ്റ് കുറവായിരിക്കും. മൂന്നും ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നോക്കിയേ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കിയേ. Investment in inventories can be regulated and funds can be utilized in the best possible manner. ഇൻവെന്ററികളുടെ നിക്ഷേപം നിയന്ത്രിക്കാനുള്ള ഫണ്ടുകൾ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെന്ററീസ് can be regulated and funds can be utilized in the best possible manner. ഏറ്റവും സാധ്യമായ രീതിയിൽ ഫണ്ടുകൾ യൂസ് ചെയ്യാനും പറ്റും, യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് രണ്ടാമത്തെ, സയന്റിഫിക് ആൻഡ് സെലക്റ്റീവ് കൺട്രോൾസ് ഹെൽപ്പ് ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ദ ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേറ്റ്. ഉയർന്ന ടേൺ ഓവർ നിലനിർത്തുന്നതിന് ശാസ്ത്രീയവും അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടതുമായിട്ടുള്ള നിയന്ത്രണം സഹായിക്കുന്നു. ഉയർന്ന ടേൺ ഓവർ നിലനിർത്തുന്നതിന് ശാസ്ത്രീയവും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള നിയന്ത്രണം സഹായിക്കുന്നു. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഇനഫ് സ്റ്റോക്ക്. ഇതെന്താണ്? ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നിലനിർത്താനും ഇൻവെന്ററി സഹായിക്കുന്നു. ഇൻവെന്ററീസിന്റെ അവിടെ അഡ്വാൻറ്റേജുകളാണ് വരുന്നത് കേട്ടോ. ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഇനഫ് സ്റ്റോക്ക്. ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. ഇനി അടുത്തത് ജോബ് സമ്മറിയാണ്. ഒന്ന് വായിച്ചു പോയാൽ മതി നമുക്ക്. ഓക്കെ, ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ജോബ് സമ്മറി ഓഫ് സ്റ്റോർ കീപ്പർ. സ്റ്റോർ കീപ്പറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി, ജോബ് സമ്മറിയിൽ വരുന്ന എഴുതിക്കാണ്. ഓക്കെ, കീപ് റിസീപ്റ്റ് റെക്കോർഡ്സ് ആൻഡ് വിഡ്രോവൽ ഓഫ് ദ സ്റ്റോക്ക് റൂം. സ്റ്റോക്ക് റൂമിലുള്ള റിസീപ്റ്റുകള്, റെക്കോർഡുകള്, അവിടെ ചെയ്യുന്ന വിഡ്രോവൽ ഐറ്റംസ്, ഇതൊക്കെ എന്ത് ചെയ്യുക? അത് കീപ്പ് ചെയ്യുക. കീപ് റിസീപ്റ്റ് റെക്കോർഡ്സ് ആൻഡ് വിഡ്രോവൽ ഓഫ് ദ സ്റ്റോക്ക് റൂം. നെക്സ്റ്റ് രണ്ടാമത്തെ, റിസീവ്, അൺലോഡ് ആൻഡ് ഷെൽഫ് സപ്ലൈസ്. എന്ത് ചെയ്യുക? റിസീവ് ചെയ്യുക, സ്വീകരിക്കുക. അൺലോഡ് ആൻഡ് ഷെൽഫ് സപ്ലൈകൾ സ്വീകരിക്കുക. Do other stock related duties that includes retailing, packing, pricing and labeling supplies. ഈ കാര്യങ്ങൾക്ക് നോക്കുക. Do other stock related duties. മറ്റുള്ള സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടീസിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന റിട്ടേൺ കൊടുക്കേണ്ടത്, പാക്കിംഗ്, പ്രൈസിങ്, പിന്നെ അടുത്ത ആൻഡ് ലേബലിംഗ് സപ്ലൈസ്. സപ്ലൈ ഇതെല്ലാം അങ്ങനെ സ്റ്റോക്കുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്യുക. പിന്നെ അനലൈസ് ഡെലിവറീസ് ഫോർ ഡാമേജ് ഓർ discrepancies and report those to accounting for resemblance and record keeping. ഇവിടെ റീഎംബേഴ്സ്മെന്റ് എന്നാണ്. റീഎംബേഴ്സ്മെന്റ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്. നോക്കിയേ, ഫോർത്ത് പോയിന്റ് എന്താ? കേടുപാടുകൾ എന്തെങ്കിലും അനലൈസ് ഡെലിവറീസ് ഫോർ ഡാമേജ്. കേടുപാടുകൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾക്കോ വേണ്ടിയുള്ള ഡെലിവറികൾ അനലൈസ് ചെയ്യുന്നു, ഡെലിവറികൾ വിശകലനം ചെയ്യുന്നു. അതുപോലെ തന്നെ തിരിച്ചടയ്ക്കാനുള്ളത് തിരിച്ചടവുകൾക്കും അതുപോലെ തന്നെ റെക്കോർഡ് സൂക്ഷിക്കുന്നതിനും അക്കൗണ്ടിലേക്ക് അക്കൗണ്ടിലേക്ക് അവ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ആൻഡ് റിപ്പോർട്ട് ദോസ് ടു അക്കൗണ്ടിങ്. അക്കൗണ്ടിലേക്ക് അത് റിപ്പോർട്ട് ചെയ്യുക. ഫോർ എന്തൊക്കെയാണ്? റീഎംഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് തിരിച്ചടവ്. ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്. റീഎംഫോഴ്സ്മെന്റ് എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ ഈ അക്കൗണ്ടിലേക്ക് അത് റിപ്പോർട്ട് ചെയ്യുക. എന്നിവയുള്ള കാര്യങ്ങൾ അക്കൗണ്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യുക. Rotate stock and coordinate the disposal of surplus. Surplus എന്ന് വെച്ചാൽ അധികമുള്ള സാധനങ്ങൾ, മിച്ചം വരുന്ന സാധനങ്ങൾ. Rotate stock and coordinate the disposal of surplus. ബാക്കി വരുന്നത് അല്ലെങ്കിൽ അവിടെ മിച്ചമായിട്ട് വരുന്ന കാര്യങ്ങൾ അതൊക്കെ എന്ത് ചെയ്യുക? സ്റ്റോക്കുകള്, ഡിസ്പോസല് ഒക്കെ എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യുക. പിന്നെ അടുത്തത് സ്റ്റോക്കുകൾ തിരിക്കുക, മിച്ചമുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുക, നിർമാർജനം ചെയ്യുക.
അടുത്ത പോയിന്റ്, ensure adequate record keeping and manage all documentation to confirm proper stock level and keep inventory control. ശരിയായ സ്റ്റോക്ക് ലെവലുകൾ സ്ഥിരീകരിക്കുന്നതിന് അതിന്റെ ഒപ്പം തന്നെ ഇൻവെന്ററികൾ നിലനിർത്തുന്നതിനും മതിയായിട്ടുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കല് അത് ഉറപ്പാക്കുകയും എല്ലാ ഡോക്യുമെന്റേഷനുകളും നിയന്ത്രിക്കുകയും ചെയ്യുക. adequate ensure ഉറപ്പുവരുത്തുക. adequate record keeping and manage all documentation to confirm proper stock level and keep inventory control. ശരിയായ സ്റ്റോക്ക് ലെവലുകൾ കൺഫേം ചെയ്യാന്ന് വെച്ചാൽ സ്ഥിരീകരിക്കുക. ശരിയായ സ്റ്റോക്ക് ലെവലുകൾ സ്ഥിരീകരിക്കുന്നതിനും ഇൻവെന്ററി കൺട്രോൾ കീപ്പ് ചെയ്യുന്നതിനും മതിയായിട്ടുള്ള റെക്കോർഡുകൾ അത് ഉറപ്പാക്കുകയും പിന്നെ എല്ലാ ഡോക്യുമെന്റേഷനുകളും മാനേജ് ചെയ്യുക, ഡോക്യുമെന്റേഷനുകളും നിയന്ത്രിക്കുക. ഇത് സ്റ്റോർ കീപ്പറിന്റെ ജോബിനകത്ത് വരുന്നതാണ്. നെക്സ്റ്റ്, കോർഡിനേറ്റ് ദ ഹാൻഡ്ലിംഗ് ഓഫ് ഫ്രൈറ്റ് എന്ന് പറഞ്ഞ ചരക്കുകൾ. Coordinate the handling of freight, the movement of equipment, and necessary minor repairs. So, coordinate handling of freight. ചരക്കുകൾ, അവിടെ വരുന്ന ചരക്കുകൾ കോർഡിനേറ്റ് ചെയ്യുക. The equipmentsന്റെ മൂവ്മെന്റ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് എക്യുപ്മെന്റ്സ് കൊണ്ടുപോകുന്ന മൂവ്മെന്റ്സ് കോർഡിനേറ്റ് ചെയ്യുക. And necessary minor repairs. ചില അത്യാവശ്യത്തിനുള്ള മൈനർ റിപ്പയറുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. Okay, coordinate the handling of freight, the movement of equipment, and necessary minor repairs. ഇനി ഇത് നോക്കിയേ, pilferage and wastage in hospital. ഇതും അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, ഒന്ന് വായിച്ചു പോകാം നമുക്ക്. pilferage എന്ന് പറഞ്ഞാൽ മോഷണങ്ങൾ. ആൻഡ് വേസ്റ്റേജ് ഇൻ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലുള്ള മോഷണങ്ങൾ അല്ലെങ്കിൽ എന്താ വേസ്റ്റുകളൊക്കെ വേസ്റ്റേജ് ആവുന്നതൊക്കെ ഉള്ള കാരണങ്ങളാണ് പറഞ്ഞേക്കുന്നത്. കോസസ്, പിൽഫറേജ് ആൻഡ് വേസ്റ്റേജിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ്, എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ്സ് ലൈഫ് ആൻഡ് ഡെത്ത്. അടിയന്തര സിറ്റുവേഷന് ഏതൊക്കെയാ? ലൈഫ്, ഡെത്ത്, മരണവും ജനനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ എന്തെങ്കിലും വേസ്റ്റേജുകളോ അല്ലെങ്കിൽ പിൽഫറേജുകളൊക്കെ സംഭവിക്കാം. ഇനി അർജന്റ് അറ്റൻഷൻ ടു പേഷ്യന്റ് ദാറ്റ് ഇൻവോൾവ്സ് സ്വിഫ്റ്റ് യൂസ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലുകളുടെ വേഗത്തിലുള്ള ഉപയോഗം. അർജന്റ് അറ്റൻഷൻ ടു പേഷ്യന്റ് ദാറ്റ് ഇൻവോൾവ് ദ സ്വിഫ്റ്റ് യൂസ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലുകളുടെ വേഗത്തിലുള്ള ഉപയോഗം ഉൾപ്പെടുന്ന അർജന്റ് അറ്റൻഷൻ, പേഷ്യന്റിന്റെ അടിയന്തര ശ്രദ്ധ. അർജന്റ് അറ്റൻഷൻ ടു പേഷ്യന്റ് ദാറ്റ് ഇൻവോൾവ്സ് സ്വിഫ്റ്റ് യൂസ് ഓഫ് മെറ്റീരിയൽ. നെക്സ്റ്റ്, exposure of stock continuously to lower level personnel, no standardized activity. Okay, എന്താ പറഞ്ഞേക്കുന്നത്? എക്സ്പ്ലോഷർ ഓഫ് സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി ടു ലോവർ ലെവൽ പേഴ്സണൽ. ലോവർ ലെവലിലുള്ള ഉദ്യോഗസ്ഥര് അവരുടെ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാ? പ്രദർശിപ്പിക്കുക. എക്സ്പ്ലോഷ് ചെയ്യാന്ന് വെച്ചാൽ എക്സ്പ്ലോഷർ, പ്രദർശിപ്പിക്കുക. of stock continuously to lower level personnel. ലോവർ ലെവലിലുള്ള ഉദ്യോഗസ്ഥര് അവരുടെ സ്റ്റോക്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പ്ലോഷ് ചെയ്യുക, പ്രദർശിപ്പിക്കുക. നോ സ്റ്റാൻഡർഡൈസ്ഡ് ആക്ടിവിറ്റി, അതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് പ്രവർത്തനം ഇല്ല. പിന്നെ അടുത്ത ഫോർത്ത് പോയിന്റ്, ടു മെനി ഓട്ടോണമസ് യൂണിറ്റ്സ്. എന്താണ്? നിരവധി സ്വയംഭരണ യൂണിറ്റുകൾ. സോ മെനി ഓട്ടോണമസ് യൂണിറ്റ്സ്. Next, involvement of more debates in comprehensive administration. Involvement of more debates. Debates എന്ന് വെച്ചാൽ ഘടകങ്ങൾ. Debates in comprehensive administration. Comprehensive administrationലുള്ള more debates എന്ന് വെച്ചാൽ ഘടകങ്ങൾ. Involvement of more debates. എവിടെ? In comprehensive administration. Next, no job specification. അവിടെ ജോബിന്റെ സ്പെസിഫിക്കേഷൻ തരംതിരിവില്ല. അതൊരു വേസ്റ്റേജ് വരാനുള്ള കാര്യമാണ്. ഓരോ ആളുകൾക്കും ഓരോ ജോലികൾ സ്പെസിഫൈ ചെയ്യാണ്. അവരുടെ ജോബ് സ്പെസിഫിക്കേഷൻ കറക്റ്റ് ആണെങ്കിൽ വേസ്റ്റേജുകളൊന്നും അധികം വരില്ല. നോ ജോബ് സ്പെസിഫിക്കേഷൻ, ഇനം തിരിച്ചുള്ള വിവരണം ഇല്ല. പിന്നെ
ഹോൾഡിംഗ് ഓഫ് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഫോർ ഈച്ച് യൂണിറ്റ്. ഓരോ യൂണിറ്റിനും ആവശ്യമായിട്ടുള്ള വസ്തുക്കളുടെ വലിയ സ്റ്റോക്ക് കൈവശം വെക്കുക. ഹോൾഡിംഗ് കൈവശം വെക്കുക. ഓരോ യൂണിറ്റിനും ആവശ്യമായിട്ടുള്ള വസ്തുക്കളുടെ വലിയ സ്റ്റോക്ക് കൈവശം വെക്കുക. ഓക്കെ, ഹോൾഡിംഗ് ഓഫ് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഫോർ ഈച്ച് ഐറ്റം. ഓരോ ഐറ്റത്തിന്റെയും ഓരോ യൂണിറ്റിനും ആവശ്യമായിട്ടുള്ള ഐറ്റത്തിന്റെ വലിയ സ്റ്റോക്ക് കൈവശം വെക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് അതിന് വേസ്റ്റേജുകൾ അല്ലെങ്കിൽ പിൽഫറേജ് നടക്കുന്നത് അറിയാൻ പറ്റൂല. ഓക്കെ, വലിയ സ്റ്റോക്ക് ഇരുന്ന് കഴിഞ്ഞു, ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് അക്കൗണ്ടബിൾ ആയിരിക്കും. അപ്പൊ അതിന് ഏതെങ്കിലും വേസ്റ്റ് ആയി പോകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു വലിയ വലിയ സ്റ്റോക്ക് ഓരോ യൂണിറ്റിനും ഒരു ലാർജ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ലാർജ് സ്റ്റോക്ക് അവർ കൈവശം വെക്കുന്നത് ഇങ്ങനെ വേസ്റ്റേജുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ്, ഫാർ ടു മെനി വിസിറ്റേഴ്സ് റൗണ്ട് ദ ക്ലോക്ക്. 24 മണിക്കൂർ 24 hours റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം മുഴുവനും വളരെയധികം സംഘർഷകര്. അപ്പൊ ഒരുപാട് വിസിറ്റേഴ്സ് വരുമ്പോൾ നമുക്ക് എല്ലാവരെയും നമുക്ക് നോക്കാനും ഇതൊന്നും പറ്റൂല. അപ്പൊ അതുവഴി പിൽഫറേജ് ഒക്കെ സംഭവിക്കാം. അത് ഒരു കാരണമാണ്. ഫാർ ടു മെനി വിസിറ്റേഴ്സ് റൗണ്ട് ദ ക്ലോക്ക്. ധാരാളം 24 മണിക്കൂറും ധാരാളം സന്ദർശകര്. നോ പ്രോപ്പർ ചെക്ക് ഓൺ സ്റ്റാഫ് വെൻ ദേ ലീവ് ഡ്യൂട്ടി. പിന്നെ അടുത്ത് നോക്കിയേ, ഡ്യൂട്ടി വിടുമ്പോൾ നമ്മൾ ഓരോ സ്റ്റാഫുകളെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ആ ലീവ് ഡ്യൂട്ടിയിൽ നിന്ന് അവര് പോകുമ്പോൾ അവരുടെ പ്രോപ്പർ ആയിട്ട് ചെക്കിങ് ഇല്ലെങ്കിലും വേസ്റ്റേജ് വരാം. അവർ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാം. ഓക്കെ, അത് ഉദ്ദേശിച്ചിട്ട് നോ പ്രോപ്പർ ചെക്ക് ഓൺ സ്റ്റാഫ് വെൻ ദേ ലീവ് ഡ്യൂട്ടി. ഡ്യൂട്ടി വിട്ട് കഴിയുമ്പോൾ ആ സ്റ്റാഫുകളെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യാത്തത്. ഓക്കെ, പിന്നെ ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റ്. മാർക്കറ്റിൽ ഉള്ള ഷോർട്ടേജ്, മാർക്കറ്റിലുള്ള യഥാർത്ഥ ക്ഷാമം. ഓക്കെ, പിന്നെ പുവർ മെറ്റീരിയൽ മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം. മെറ്റീരിയൽ മാനേജ്മെന്റ്, നമ്മുടെ പുവർ മെറ്റീരിയൽ മാനേജ്മെന്റ് ഓഡിറ്റ് സിസ്റ്റം ഒക്കെ പുവർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വേസ്റ്റേജുകൾ പിൽഫറേജുകളൊക്കെ സംഭവിക്കാം. നെക്സ്റ്റ്, ടു മെനി ഹോസ്പിറ്റൽ സ്റ്റാഫ് റിമൈനിങ് ഇൻ ദ സെയിം കോമ്പൗണ്ട്. ഉണ്ടോ, ധാരാളം ഒരേ കോമ്പൗണ്ടില് നിരവധി ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ ഓക്കെ, അതൊരു വേസ്റ്റേജ് അല്ലേ. ഒരു കോമ്പൗണ്ടിൽ തന്നെ ഒരു സെയിം കോമ്പൗണ്ടിൽ തന്നെ കുറെ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ അങ്ങനെ വേസ്റ്റേജുകൾ വരാം. ടു മെനി ഹോസ്പിറ്റൽ സ്റ്റാഫ് റിമൈനിങ് ഇൻ ദ സെയിം കോമ്പൗണ്ട്. നെക്സ്റ്റ്, ഇൻആഡിക്വേറ്റ് വർക്ക് ഫോഴ്സ് ടു ഡോക്യുമെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ ആക്യുറേറ്റ്ലി. നോക്കി അടുത്തത്, ഇൻആഡിക്വേറ്റ് വർക്ക് ഫോഴ്സ് ടു ഡോക്യുമെന്റ്. കൃത്യമായി രേഖപ്പെടുത്താനും ചെലവ് വരവും രേഖപ്പെടുത്താനും അപര്യാപ്തമായിട്ടുള്ള ഈ തൊഴിലാളികള്. വർക്ക് ഫോഴ്സിന്റെ അവൈലബിലിറ്റി. ആഡിക്വേറ്റ് വർക്ക് ഫോഴ്സ് ടു ഡോക്യുമെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ ആക്യുറേറ്റ്ലി. കൃത്യമായിട്ട് രേഖപ്പെടുത്താനും ചെലവും വരവും രേഖപ്പെടുത്താനും അപര്യാപ്തമായിട്ടുള്ള തൊഴിലാളികൾ. ഓക്കെ, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കി വെച്ചാൽ കുറെ വേസ്റ്റേജുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അത് കാൽക്കുലേറ്റ് അല്ലെങ്കിൽ കൃത്യത ഇല്ലെങ്കിൽ അപ്പൊ വർക്ക് ഫോഴ്സിന്റെ ഇൻആഡിക്വേറ്റ് വർക്ക് ഫോഴ്സ്, ആ തൊഴിലാളികളുടെ ക്ഷാമം, കുറവ്. ഓക്കെ, അതും ഈ എന്താ പിൽഫറേജ് അല്ലെങ്കിൽ വേസ്റ്റേജുകൾ സംഭവിക്കാനുള്ള കാരണങ്ങളുണ്ട്. പോയിന്റ്സ് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അവിടെ ഇല്ല എല്ലാവരെ കൊണ്ട് വായിപ്പിക്കുന്നില്ല കേട്ടോ. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഞാൻ കൂടുതൽ ഫോഴ്സ് ചെയ്ത് പറയാം, അത് പ്രത്യേകം നോട്ട് ചെയ്ത് ആ ഏരിയ പഠിക്കാം കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ഐറ്റംസ് എന്നാണ് കേട്ടോ. അവിടെ ഒന്ന് തിരുത്തിക്കുക. അവിടെ ഐറ്റംസ്, ITEMS, ഐറ്റംസ് ഇൻവോൾവ് ഇൻ പിൽഫറേജ്. ഇനി പിൽഫറേജിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് ഒന്ന് ഇമ്പോർട്ടന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ. ഐറ്റംസ് ഇൻവോൾവ് ഇൻ പിൽഫറേജ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെ ആകാം? ഐറ്റംസ് ആവാം. ഡ്രഗ്സുകൾ വരാം, മരുന്നുകൾ വരാം, ഫുഡ് മെറ്റീരിയൽസ് വരാം, ലിനൻ വരാം, വസ്ത്രങ്ങൾ അതൊക്കെ ഉൾപ്പെടാം. പിന്നെ മെറ്റീരിയൽ വെയർ സച്ച് ആസ് യൂട്ടൻസിൽസ്, നമ്മളെ എന്താ പറയാ മെറ്റീരിയൽസുകൾ
യൂട്ടൻസിൽസ്, ആവശ്യമായിട്ടുള്ള മറ്റുള്ള വസ്തുക്കൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മെറ്റീരിയൽസ് ഒക്കെ വരാം. പിന്നെ ഇൻസ്ട്രുമെന്റ്സും ഈ ഏതാണ് ഫിൽഫറേജ് ഐറ്റത്തിൽ വരുന്നതാണ്. ഡ്രഗ്സ്, ഫുഡ് മെറ്റീരിയൽസ്, ലിനൻ, മെറ്റീരിയൽ വെയർ സച്ച് ആസ് യൂട്ടൻസിൽസ്, ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, ഇനി അടുത്തത് സെലക്ഷൻ ഓഫ് ഫിൽഫറേജ്. ഫിൽഫറേജ് കണ്ടെത്തുന്നത്, ഡിറ്റക്ഷൻ ഓഫ് ഫിൽഫറേജ്, സെലക്ഷൻ ഓഫ് ഫിൽഫറേജ്. നോക്കിയേ, എനി അബ്സ്ട്രക്റ്റ് ABRUPT അപ്പെറ്റ്സ് എന്ന് വെച്ചാൽ ആറോടെ സൈലന്റ് ആട്ടോ. ഈ സഡൻ, പെട്ടെന്നുള്ളതാണ് മീനിങ്. എനി സഡൻ റൈസ് ഇൻ റുട്ടീൻ നീഡ്സ് ഓർ ഡോക്യുമെന്റ്, സാധാരണ ആവശ്യങ്ങളിലോ അല്ലെങ്കിൽ ഡിമാൻഡുകളിലോ ഒക്കെ ഉള്ള പെട്ടെന്നുള്ള വർധന. ഓക്കെ, any upwards rise or sudden rise in routine needs or demand. ഡിമാൻഡ് സാധാരണ ആവശ്യങ്ങളിലോ അല്ലെങ്കിൽ റുട്ടീൻ നീഡ്സ്, ഡെയിലി റുട്ടീൻ നീഡ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിമാൻഡുകളിലോ ഉള്ള പെട്ടെന്നുള്ള വർധന. നെക്സ്റ്റ്, എനി അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ ഓഫ് എനി സെലക്ഷൻ when compared to previous periods. പ്രീവിയസ് പീരീഡ് മുന്നുള്ള കാലയളവിന് ആയിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഏതെങ്കിലും വിഭാഗത്തിന്റെ യുക്തിരഹിതമായിട്ടുള്ള ചിലവ്, എനി അൺറീസണബിൾ, കാരണമില്ലാത്ത, എനി അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ ഓഫ് എനി സെക്ഷൻ, ഏതെങ്കിലും ഒരു സെക്ഷനിലുള്ള അപ്രതീക്ഷിതമായിട്ട് മുൻകാലങ്ങളിൽ ഇല്ലാത്ത രീതിയിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും ചിലവ്. ഓക്കെ, വെൻ കമ്പയർഡ് ടു പ്രീവിയസ് പീരീഡ്സ്, മുൻകാലങ്ങളിലെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോ നമ്മള് എന്താ മുൻകാലഘട്ടങ്ങളിലുമായിട്ട് താരതമ്യം നോക്കുമ്പോൾ ഏതെങ്കിലും സെക്ഷനിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് കൂടുതൽ കാണോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ. ഇനി നെക്സ്റ്റ്, ഏരിയ ഓഫ് ഫിൽഫറേജ്. ഏതൊക്കെ ഫിൽഫറേജ് നടക്കാനുള്ള ഏരിയസ് ഏതൊക്കെയാണ്? കിച്ചൺ റോ മെറ്റീരിയൽസ് ബിഫോർ കുക്കിംഗ്, കുക്കിങ്ങിന് മുമ്പുള്ള കിച്ചണിലുള്ള റോ മെറ്റീരിയൽസ്, വെജിറ്റബിൾസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റോ മെറ്റീരിയൽസ്, വേവിക്കാത്തതെന്നുള്ള പച്ചയായിട്ടുള്ള മീനിങ്. കിച്ചൺ റോ മെറ്റീരിയൽസ് ബിഫോർ കുക്കിംഗ്, കുക്ക് ചെയ്തതിന് മുമ്പുള്ള റോ മെറ്റീരിയൽസ് ഇത് വരാം, മോഷണമൊക്കെ വരാം. കുക്ക്ഡ് ഫുഡ്, ആഹാരം പാചകം ചെയ്തിട്ടുള്ള കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ്. പിന്നെ ഫുഡ് മെറ്റീരിയൽ ലോസ് വെൻ ട്രാൻസ്പോർട്ടഡ് ഫ്രം കിച്ചൺ ടു വാർഡ്, കിച്ചണിൽ നിന്ന് വാർഡിലേക്ക് ഈ മെറ്റീരിയൽസ് കൊണ്ടുപോകുമല്ലോ. ഇത് കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന ഫുഡ് മെറ്റീരിയൽസ് കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന എന്താ ലോസ്, നഷ്ടം. ഓക്കെ, നമ്മൾ ഇവിടുന്ന് കിച്ചണിൽ വാർഡിലേക്ക് കൊണ്ടുപോകുന്ന ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് എന്തെങ്കിലും ഇത് വരാം. ഇതാണ് ഫുഡ് മെറ്റീരിയൽസ് ലോസ്, നഷ്ടപ്പെടാം. വെൻ ട്രാൻസ്പോർട്ടഡ് ഫ്രം കിച്ചൺ ടു വാർഡ്, കിച്ചണിൽ നിന്ന് വാർഡിലേക്ക് ആ ഫുഡ് മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും നഷ്ടം സംഭവിക്കാം. ഏതൊക്കെ രീതിയിലാ? കുക്ക് ചെയ്യുന്നതിന് മുന്നേ നഷ്ടം വരാം, കുക്ക്ഡ് ഫുഡ് നഷ്ടം വരാം. ഇനി നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് കിച്ചണിൽ നിന്ന് വാർഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഇതിനൊക്കെ നഷ്ടം വരാം. ഇനി അടുത്തത് ഡ്രഗ് സ്റ്റോറുകളാണ്. ഡ്രഗ് സ്റ്റോർ, കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസ്. ഡ്രഗ് സ്റ്റോറുകൾ, മരുന്നുകളുടെ സ്റ്റോറുകൾ എവിടേക്കാണ്? കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസ്. ഇതെല്ലാം അതിന്റെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേരുകൾ മാത്രം തന്നിരിക്കുന്ന. നോക്കിയേ, ഏരിയ ഡ്രഗ് സ്റ്റോറുകളാട്ടോ. കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസ്, ഏരിയ ഹാൻഡ്ലിംഗ് സീരിയസ് ആൻഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് മെറ്റർനിറ്റി വാർഡ്, കുട്ടികളെയൊക്കെ കെയർ ചെയ്യുന്ന വാർഡ് പോലുള്ള, ഡീലിംഗ് ഓഫ് ന്യൂ ബോൺ ബേബീസ്, ലേബർ റൂം, ICCU, മോർച്ചറി, കാർഡിയോതെറാപ്പി യൂണിറ്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്സ്, ആക്സിഡന്റ് യൂണിറ്റ്സ്, പീഡിയാട്രിക് യൂണിറ്റ്സ്, OT,
Then general items will be steel like a blade, truck, gloves, പിന്നെ അതുപോലെ parts and selection, workshop and maintenance, wing, ambulance service, general stores. അപ്പൊ അതിൽ ഓരോന്നും ഓപ്പറേഷൻ തിയേറ്ററിൽ general item will be steel like blade, drug, ഗ്ലൗസുകളൊക്കെ. പിന്നെ വാർഡ് ആൻഡ് സെക്ഷനില് ലിനൻ, സോപ്പ്, ടോർച്ച് അങ്ങനെയുള്ള സാധനങ്ങള്. വർക്ക്ഷോപ്പ് ആൻഡ് മെയിൻ്റെനൻസ് വിങ്ങില് ക്യാഷ്, മെറ്റീരിയൽസുകളൊക്കെ വരാം. ദെൻ ആംബുലൻസ് സർവീസ്, പെട്രോള്, ഓയില്. ഓക്കെ, ഇതൊക്കെ ഡ്രഗ് സ്റ്റോഴ്സുകളാണ്. ഓക്കെ, ഡ്രഗ് സ്റ്റോഴ്സ്. ഇതൊന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ മതി. ഇനി അടുത്ത് ഇതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന റെമഡിയൽ മെഷേഴ്സ് എന്തൊക്കെയാണ്? ഇങ്ങനെ പ്രിഫറേജ് വേസ്റ്റേജുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന റെമഡിയൽ മെഷേഴ്സ്. എന്തൊക്കെ റെമഡിയൽ മെഷേഴ്സ് നമുക്ക് എടുക്കാം? ഓക്കെ, in thorough study of the system and identification of loopholes. ഇപ്പൊ എന്താ ഒന്നാമത് ചെയ്യാൻ പറ്റുന്ന? ഇത് നമ്മൾ തറോ ആയിട്ട് സ്റ്റഡി നടത്തുക, പഠനം നടത്തുക. സംവിധാനത്തെ കുറിച്ചുള്ള ഒരു സമഗ്രമായിട്ടുള്ള പഠനവും അതുപോലെ അതിന്റെ ലൂപ്പ് ഹോളുകൾ. ലൂപ്പ് ഹോൾ എന്ന് പറഞ്ഞാൽ എന്താ? ലൂപ്പ് ഹോൾസ് പഴുതുകൾ, അതിന്റെ പഴുതുകൾ തിരിച്ചറിയലും. അപ്പൊ ഇങ്ങനെ നമുക്ക് വേസ്റ്റേജ് വരാതെ നോക്കാലോ അല്ലെ? ആ ഒരു ഇതിനെ കുറിച്ച്, ആ ഒരു സംവിധാനത്തെ കുറിച്ച് നമ്മൾ തറോ ആയിട്ട് പഠനം നടത്തുക. ഐഡന്റിഫിക്കേഷൻ ഓഫ് ലൂപ്പ് ഹോൾസ്, പഴുതുകള്, ഇങ്ങനെ നഷ്ടം വരാനുള്ള പഴുതുകള് ഐഡന്റിഫൈ ചെയ്യുക, പഴുതുകള് തിരിച്ചറിയുകയും ചെയ്യുക. നെക്സ്റ്റ്, ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് സിസ്റ്റം. മോണിറ്ററിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുക. മോണിറ്ററിംഗ് എന്ന് വെച്ചാൽ നിരീക്ഷണ സംവിധാനം, അതൊക്കെ ഇംപ്രൂവ് ചെയ്യുക. കുറച്ചും കൂടി കെയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുക. അപ്പൊ ഇങ്ങനെ വേസ്റ്റേജുകൾ വരാതിരിക്കാൻ ഇരിക്കാം. അതിന് എതിരെ എടുക്കുന്ന നടപടിയാട്ടോ റെമഡിയൽ മെഷേഴ്സ്. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ്, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്സ്. വിവിധ വകുപ്പുകളിലെയും അല്ലെങ്കിൽ വാർഡുകളുടെയും ആവശ്യങ്ങളുടെ നിലവാരം. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് വാർഡ്സ്. അപ്പൊ പല ഡിപ്പാർട്ട്മെന്റിന്റെയും വാർഡുകളുടെയും ഒക്കെ സ്റ്റാൻഡർഡൈസേഷൻ, ആവശ്യങ്ങളുടെ ആ നിലവാരം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽ. പിന്നെ അടുത്ത് എന്ത് ചെയ്യാം? ആ സെക്യൂരിറ്റി പേഴ്സണിന്റെ നമ്പർ കൂട്ടാം. ഓക്കെ, ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽ. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ നമ്പർ കൂട്ടാം. നെക്സ്റ്റ്, റൗണ്ട് ദ ക്ലോക്ക് ഹാൻഡിലിംഗ് ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ബൈ സീനിയർ ഒഫീഷ്യൽസ്. 24 hours റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും 24 hours സീനിയർ ഒഫീഷ്യൽസ്, സീനിയർ ഉദ്യോഗസ്ഥര് വില കൂടിയ മരുന്നുകളൊക്കെ കൈകാര്യം ചെയ്യുന്നു. ഓക്കെ, റൗണ്ട് ദ ക്ലോക്ക് ഹാൻഡിലിംഗ് ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ബൈ സീനിയർ ഒഫീഷ്യൽസ്. സീനിയർ ആയിട്ടുള്ള ഓഫീസർമാര് ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് അതിനൊരു റെമഡിയാണ്. അറിയില്ലാത്തവരൊക്കെ ഹാൻഡിൽ ചെയ്ത് വെറുതെ വേസ്റ്റ് ആവാതെ അതിന് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നുകളാണ്. അപ്പൊ അത് സീനിയർ ഓഫീഷ്യൽസ്, സീനിയർ ഉദ്യോഗസ്ഥര് അത് കൈകാര്യം ചെയ്യുക. പിന്നെ സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇൻജൻസ് ഓൺലി. ഇതൊക്കെ സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് വില കൂടിയ മരുന്നുകൾ അതെങ്ങനെയാണ്? പ്രത്യേക കരാറുകളിൽ പ്രത്യേക കരാർ അടിസ്ഥാനത്തിൽ അത് സപ്ലൈ ചെയ്യുക. സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇൻറ്റൻസ് ഓൺലി. ഓക്കെ, സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇൻറ്റൻസ് ഓൺലി. ചെയ്യാ പ്രത്യേക കരാറുകളില് വില കൂടിയ മരുന്നുകൾ വിതരണം ചെയ്യുക. നെക്സ്റ്റ്, സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റുട്ടീൻ അഡൽട്ട്. സർപ്രൈസ് വെരിഫിക്കേഷൻ, സർപ്രൈസ് ആയിട്ടുള്ള പരിശോധനയും അതുപോലെ തന്നെ റുട്ടീൻ ഓഡിറ്റ്, പതിവ് ഓഡിറ്റിങ്ങും. സർപ്രൈസ് ആയിട്ട് നമ്മൾ വെരിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും വേസ്റ്റോ ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഒരു സർപ്രൈസ് ആയിട്ട് വെരിഫിക്കേഷൻ നടത്തുക, അതുപോലെ തന്നെ റുട്ടീൻ ഓഡിറ്റ്, പതിവായിട്ടുള്ള ഓഡിറ്റിങ്ങും നടത്തുക. അപ്പൊ ആ ഓഡിറ്റിങ്ങില് നമുക്ക് കണക്കും കാര്യങ്ങളും എല്ലാ മെറ്റീരിയൽസും ബന്ധപ്പെട്ടതും എല്ലാവരും നമുക്ക് ആ ഓഡിറ്റിങ്ങിൽ കറക്റ്റ് ആവുമല്ലോ. കറക്റ്റ് ആക്കണം, കണക്കൊക്കെ ക്ലിയർ ചെയ്യണം അല്ലെ?
അപ്പൊ പതിവ് ഓഡിറ്റിങ്ങുകൾ നടത്തുക, സർപ്രൈസ് വെരിഫിക്കേഷൻ നടത്തുക. ഇത്രയൊക്കെ ഈ വേസ്റ്റേജ് അഡ്മിഷനെതിരായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെമഡിയൽ മെഷേഴ്സ് ആണ്. ഇത് വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. വായിച്ചു നോക്കട്ടോ. ഓക്കെ, ജിനു ഒന്ന് വായിച്ചേ. A thorough study of system and identification of loopholes. A thorough study of the system and identification of loopholes. Next. Improve the monitoring system. Monitoring system improve ചെയ്യുക. Standardization of needs of various departments and works. Increase the number of security personnel. Increase the number Round of the clock. security personnel. Round the clock handling of costly drugs by senior officials. Supply of costly drugs and special events only. Surprise verification and routine audit. സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റുട്ടീൻ ആണ്. ഇതൊക്കെ റെമഡിയൽ മെഷേഴ്സ് ആണ്. പിന്നെ നമ്മൾ ആ ചാപ്റ്ററിന്റെ നമ്മള് ആദ്യം മുതലെടുത്തേ വേഗം. പ്രിന്റ് നോട്ട് കയ്യിലില്ലേ നിങ്ങളുടെ? നോക്കൂ കേട്ടോ. പിന്നെ അത് ഒരു വലിയൊരു ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് അറിയാലോ. 2-3 ക്വസ്റ്റ്യൻ ഒക്കെ മാക്സിമം രീതിയിൽ ചോദിക്കുള്ളൂ. നമുക്കെല്ലാം ഫുൾ എക്സാം ആകുമ്പോൾ 1-2 ക്വസ്റ്റ്യൻ ഒക്കെ ഇതിൽ നിന്ന് ഉണ്ടാവുള്ളൂ. കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ആ ഏരിയാസ് ഞാൻ ഒന്ന് പറയാം. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഫുള്ള് വായിച്ച് എല്ലാരും അങ്ങനെ നമ്മള് വായിച്ചു വെക്കണം. എങ്കിൽ പോലും വായിക്കാതെ ഇരിക്കാൻ പറ്റില്ല. അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഞാനൊന്ന് പറയാം. നിങ്ങൾ അതൊന്ന് നോട്ടിലേക്ക് ഒന്ന് നോട്ട് ചെയ്തെടുത്തോ. ഓക്കെ, അതിനകത്ത് നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് എയിം ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് പറഞ്ഞു. അതിനകത്ത് മേജർ ഒബ്ജക്റ്റീവ്സ് ഒന്ന് നോക്കാം കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ മേജർ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയായിരുന്നു? ഒബ്ജക്റ്റീവ്സ് പറഞ്ഞേ. Maximization of profit, minimization of cost, attainment of hospital objectives. ഓക്കെ, പിന്നെ അടുത്ത നിങ്ങൾ നോക്കാം. ഇതൊക്കെ നോട്ട് ചെയ്തെടുക്കണം കേട്ടോ. നോട്ട് ചെയ്യണല്ലേ? ടീച്ചർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് അതും നോക്കണം. ഫങ്ഷൻസ് ഈ ഏരിയയിലൊക്കെ കൂടുതൽ ചോദിക്കുന്ന കേട്ടോ ഞാൻ പറയുന്നേ. എന്നുവെച്ചാൽ ഈ ഏരിയയൊക്കെ നിങ്ങളത് വായിക്കാതെ പോയത് ഇത്രയും ലെങ്തി ആയതുകൊണ്ട് നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇതെന്തായാലും ഈ ഏരിയയൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം. ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാ ഫങ്ഷൻസ് വരുന്ന? ആരെങ്കിലും ഒരാൾ വേഗം ഒന്ന് വായിച്ചേ. ഫങ്ഷൻസ് ഏതാ? Material planning and budgeting. ബഡ്ജറ്റിംഗ്, പർച്ചേസിംഗ്, റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇൻവെന്ററി കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ, വാല്യൂ അനാലിസിസ്, ഡിസ്പോസൽ. ഓക്കെ,
അതിന്റെ അപ്പൊ ഫങ്ഷൻസും നോക്കണം, ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ്. പിന്നെ ഇതും നോക്കുക, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ഹോസ്പിറ്റൽസ്. ഇതൊന്ന് വെച്ചോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്, ഏതൊക്കെയാണ് പലതരത്തിലുള്ള മെറ്റീരിയൽസ്. അപ്പൊ അതിന്റെ ഓരോന്നിന്റെ എക്സാമ്പിൾ നമ്മൾ എഴുതിയില്ലായിരുന്നോ? എക്യുപ്മെന്റ്സിനകത്ത് വരുന്നത് ഏതൊക്കെയാണെന്നൊക്കെ എഴുതിയായിരുന്നു. ഓക്കെ. സ്ട്രക്ചറൽ സർജിക്കൽ ടേബിൾസ്, വീൽ ചെയർസ്, ഇതൊക്കെ എക്യുപ്മെന്റ്സിൽ വരുന്നതാണ്. മെഷീൻസുകൾ, വെന്റിലേറ്റർ, അനസ്തെറ്റിക് മെഷീൻസ്, പിന്നെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറീസിൽ അപ്പോയിന്റ്മെന്റ് കാർഡുകൾ, പേഷ്യന്റ് ഡീറ്റെയിൽ ഫോംസുകൾ, കവേഴ്സ്, ഇതൊക്കെ വരുന്നു. ഹൗസ് കീപ്പിംഗ്, അതൊക്കെ ആ പോയിന്റ്സുകൾ നോക്കണം. ഇനി നെക്സ്റ്റ് IMM, എക്സ്പാൻഡഡ് ഫോം പഠിക്കണം. ഓക്കെ, എന്താണ് എക്സ്പാൻഡഡ് ഫോം IMM-ന്റെ? Integrated Materials Management. Integrated Material Management is the close coordination of all departments when are related with the utilization of material. ഇനി അതിന്റെ അഡ്വാൻറ്റേജുകൾ നോക്കാം. അഡ്വാൻറ്റേജ് ഓഫ് IMM. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ പോയത് വാല്യൂ അനാലിസിസിലേക്കാണ്. വാല്യൂ അനാലിസിസ്, അതിനകത്ത് ലാസ്റ്റ് നമ്മൾ നോക്കിയത് ആ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം. നോക്കിയേ, വാല്യൂ ഇൻക്രീസസ് ബൈ ഇൻക്രീസിംഗ് ദ ഫംഗ്ഷൻ ഓർ ഡിക്രീസിംഗ് ദ കോസ്റ്റ്. ഇനി അതിനകത്ത് നോക്കിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് പഠിക്കണം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ്, ഫങ്ഷണൽ വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ, ഏതൊക്കെയാ ഒന്ന് പറഞ്ഞേ? Esteem value, cost as per പിന്നെ scrap value, type. ടൈം. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് നോക്കാം കേട്ടോ. പിന്നെ അതിന്റെ പർപ്പസും കൂടി നോക്കിയാൽ, പർപ്പസ് ഓർ എയിം ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസ്, വാല്യൂ അനാലിസിസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഇതിന്റെ പർപ്പസ് എന്താണ്. ഇനി നെക്സ്റ്റ് നമ്മള് അവിടെ ഓർഗനൈസേഷൻ ആണ്, അതും നോക്കിക്കോ. മെറ്റീരിയൽസ് മാനേജർ, അതിന്റെ കീഴില് പർച്ചേസ് അസിസ്റ്റന്റ് മാനേജർ, പർച്ചേസ് അസിസ്റ്റന്റ്, ഇപ്പുറത്തെ സൈഡിൽ സ്റ്റോർ അസിസ്റ്റന്റ് മാനേജർ, സ്റ്റോർ കീപ്പർ. ഇതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ചോദിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പർച്ചേസിംഗിലേക്ക് വന്നത്. ഇതൊക്കെ നോട്ട് ചെയ്യണല്ലേ? ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് നമ്മൾ വരുന്നത് പർച്ചേസിംഗ്. പർച്ചേസിംഗില് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒബ്ജക്റ്റീവ്സ് ഇത് നോക്കാം കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ടിക്കറ്റ് വെച്ചോ. 3 ടൈപ്പ് ഓഫ് പർച്ചേസുകൾ നോക്കണം. ഏതൊക്കെയായിരുന്നു 3 ടൈപ്പ് ഓഫ് പർച്ചേസുകൾ നമ്മൾ പറഞ്ഞേ? ഏതൊക്കെയാ? ഏതൊക്കെയാ? Right to quality. Purchase from supplier, Purchase from supplier. Next, import purchase. Import purchase. 3 type of purchase. അതിനകത്ത് നമ്മൾ നോക്കാം. Local purchasing is a preference to buy goods and services which are locally produced. നമ്മുടെ locally producer അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. ദൂരെയുള്ളതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ലോക്കൽ പർച്ചേസ്. പർച്ചേസ് ഫ്രം സപ്ലയർ എന്ന് പറഞ്ഞാൽ എവിടെ സപ്ലയറിൽ നിന്ന് പർച്ചേസ് ചെയ്യണം അല്ലേ? when the purchase order is required by the supplier. അപ്പൊ പർച്ചേസ് ഓർഡർ അതൊക്കെ നമ്മൾ എഴുതി പറഞ്ഞായിരുന്നു അന്നേരം, അതൊക്കെ ഒന്ന് നോക്കി പോവാം കേട്ടോ. Purchase order is required by your supplier is the form valid agreement between you, the customer, and your supplier. നമ്മളുള്ള വാല്യൂ ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന പർച്ചേസ് ഓർഡർ. Okay, purchase. When you accept the invoice from your supplier, you can go together with the order, then the post to your accounts. എന്നുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഇതിന്റെ ഈ ഭാഗത്ത് നമ്മൾ മോക്ക് ടെസ്റ്റ് നോക്കണം കേട്ടോ. ഇതിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് തന്നേക്കണം നോക്കണം. പിന്നെ അടുത്താണ് ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറഞ്ഞ ഗുഡ്സ് ഫ്രം ഫോറിൻ കൺട്രീസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അത് 3 ഇമ്പോർട്ടന്റ് ആണ്, അത് 3 നോക്കാം. ഇനി നെക്സ്റ്റ് നെഗോഷിയേഷൻ. എന്താണ് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞത്? എന്താ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞ എന്താ? ജാസ്മിൻ മാത്രമേ പറയുന്നുള്ളൂ, ജിനു ഷാരോണും അവിടെ ഇല്ലേ?
ഇല്ലേ? ഓക്കെ. എന്താ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാ? Communication between buyer and seller. Is the two-way communication between buyer and seller. ബയറും സെല്ലറും തമ്മിലുള്ള two-way കമ്മ്യൂണിക്കേഷനെയാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് നെഗോഷിയേറ്റർ, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കുക. ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു നല്ല നെഗോഷിയേഷന്റെ ക്യാരക്ടർ എന്തൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പിന്നെ അതുപോലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോഷിയേഷൻ. ഒബ്ജക്റ്റീവ്സ്. പിന്നെ അടുത്തത് ത്രീ പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ, 3 ഫേസുകൾ. ആ പേരുകളൊന്ന് നോക്കിക്കോട്ടോ. പ്രീ നെഗോഷിയേഷൻ ഫേസ്, മീറ്റിംഗ് ഫേസ്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓഫ് എക്സിക്യൂട്ടീവ് ഫേസ്. ഇതിന്റെ പേരുകൾ നോക്കാം. ആ ഭാഗം നോക്കുക. ഇനി പർച്ചേസിംഗ് ഓർഡർ, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പർച്ചേസിംഗ് ഓർഡർ എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു. പർച്ചേസിംഗ് ഓർഡർ, പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് എൻക്വയറി, കൊട്ടേഷൻ, കോമ്പറ്റീറ്റീവ് comparative statement, purchase order, invoice or bill, purchase procedure. Okay, purchasing procedure. നോക്കണം. Purchase requisition, received from. എവിടെന്നാ റിസീവ് ചെയ്യുന്നത്? പർച്ചേസ് റിക്വസിഷൻ റിസീവ്ഡ് ഫ്രം എവിടെന്നാ? യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നതാണ് പർച്ചേസിംഗ് റിക്വസിഷൻ. ഓക്കെ. പിന്നെ പർച്ചേസ് എൻക്വയറി പറഞ്ഞു, ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയർ. എൻക്വയറി എവിടെന്നാ? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സപ്ലയറിലേക്ക്, അല്ലെ? ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയർ. പിന്നെ കൊട്ടേഷൻ, കൊട്ടേഷൻ എങ്ങനെയാ? ഫ്രം സപ്ലയർ ടു ദ പർച്ചേസ്. വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഈ ഏരിയയൊക്കെ എന്തായാലും നോക്കി പോകണം നിങ്ങൾ എക്സാമിൽ. പർച്ചേസ് റിക്വസിഷൻ, പിന്നെ പർച്ചേസ് എൻക്വയറി പറഞ്ഞു, പിന്നെ കൊട്ടേഷൻ. കൊട്ടേഷൻ ഫ്രം ഡാഷ് ടു ഡാഷ്. ആരിലേക്ക് കൊട്ടേഷൻ കൊടുക്കുന്നേ? സപ്ലയർ ടു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. സപ്ലയർ ടു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് കൊട്ടേഷൻ. നെക്സ്റ്റ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, കമ്പയർ ഡിഫറെന്റ് കൊട്ടേഷൻസ് കമ്പയർ ചെയ്യുന്നു, താരതമ്യം ചെയ്യുന്നു. നെക്സ്റ്റ് പർച്ചേസ് ഓർഡർ. What is purchase order? The legal document between purchase department and the supplier. Purchase department and supplier തമ്മിലുള്ള ലീഗൽ എന്താ പറയാ, ആ ലീഗൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്, ലീഗൽ ഡോക്യുമെന്റിനെയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഇത് ചോദിക്കും കേട്ടോ. ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ സപ്ലയർ ഇസ് ഡാഷ്. ഏതാ ലീഗൽ ഡോക്യുമെന്റ്? ഏതാ? Purchase order. Purchase order. The purchase order is a document created by the dash. Created buyer. Okay, very good. Buyer. Purchase order created by the buyer. Next, invoice or bill. Invoice is created by dash. Create the invoice? സപ്ലയർ. Supplier. Bill supplier ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. Okay, invoice is created by സപ്ലയർ. ഇനി ആ ഒരു ഏരിയ നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അവിടെ നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, അതൊന്ന് നോക്കാം കേട്ടോ. ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. പിന്നെ ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 5 പോയിന്റ്സ്. അതായത് നോക്കാം. പ്ലാനിംഗ് ഫോർ ദ എക്യുപ്മെന്റ്, purchasing for the equipment and purchasing, maintenance of equipment, utilization of equipment, discarding of equipment. ഇതിന്റെ ഓർഡർ അങ്ങനെയൊക്കെയുണ്ട്. അപ്പൊ നോക്കാം. ഇനി പിന്നെ അവിടെ ഉള്ളതൊക്കെ ഒന്ന് നോക്കി പോകാം. ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ഏരിയ വായിക്കാതിരിക്കരുത്. അതുകൊണ്ടാണ് അങ്ങനെ അത്രയും ഇതായിട്ട്
തരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ, പ്രൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ പർച്ചേസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. ഓർഡിനറി പർച്ചേസും ക്യാപിറ്റൽ പർച്ചേസും തമ്മിലുള്ള ഡിഫറൻസ്, എക്സ്റ്റൻസ് ഓഫ് നെഗോഷിയേഷന്റെ എക്സ്റ്റൻസ് എങ്ങനെയാണ്, ചർച്ചയുടെ നീങ്ങുക. ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്, ലോ ഇൻ ഓർഡിനറി പർച്ചേസ്. ഇത് നോക്കാം. ഇനി നെക്സ്റ്റ് അവിടെ ഫാക്ടേഴ്സ് കണ്ടോ, ഫാക്ടേഴ്സ് ഇത് ചോദിക്കാറുള്ളതാണ് എക്സാമിന്. എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ, ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ, ടാക്സ് ലൈഫ്, ഇത് മൂന്നും മിക്കവാറും തന്നെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് കേട്ടോ. The service life of the machine is called a dash. Asset. Service life നെ എന്താ പറയുന്നേ? Economic life of the machine. Economic life നമുക്ക് എക്കണോമിക് ലൈഫ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇപ്പൊ 10 വർഷം ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീൻ ആണെങ്കിൽ ഒരു റിപ്പയറും മെയിൻ്റനൻസും ഒന്നും കൂടാതെ നമുക്ക് അത്രയും തന്നെ ഉപയോഗിക്കാൻ പറ്റും. 10 വർഷം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നു. മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റുന്ന കാലാവധി, അതിനാണ് അതാണ് എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ഫിസിക്കൽ ലൈഫ് പറഞ്ഞു, ആ ടോട്ടൽ പീരീഡ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ മെഷീൻ, ദാറ്റ് ഈസ് ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ. പിന്നെ മൂന്നാമത്തെ ടാക്സ് ലൈഫ് പറഞ്ഞു, ദ നമ്പർ ഓഫ് ഇയർ ഓവർ വിത്ത് ക്യാപിറ്റൽ കോസ്റ്റ് ക്യാൻ ബി റിസീവ്ഡ് ബാക്ക്. ടാക്സ് ലൈഫ്, ആ മെഷീന്റെ കാലാവധി, ഇതിനാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. അതും നോക്കി പോകാം. പിന്നെ നമ്മള് ചോദിക്കാറുള്ളത് ഇതൊക്കെ ഒന്ന് പർച്ചേസ് ഡോക്യുമെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി അടുത്തത് ലീസിങ്. ലീസിങ് എന്താണ്? എനിക്ക് 1-2 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഹൂ ഈസ് ലെസർ? ലെസർ ആരാണ്? ലെസർ ആരാ? ലെസോ ലെസി അല്ലെ? ലെസർ അല്ല, ലെസോ ലെസി. ലെസർ ആരാ? ആരവിടെ ഇത് വേണ്ട. പേഴ്സൺ ഹു ഗീവ്സ് ദ എക്യുപ്മെന്റ് ഫോർ ലീസ്. ലീസിന് കൊടുക്കുന്ന ആള്, ആ പേഴ്സണെയാണ് ലെസോ എന്ന് പറയുന്നത്. ലെസി എന്ന് പറയുന്നോ, പേഴ്സൺ ഹു അക്വയർ എ പർട്ടിക്കുലർ എക്യുപ്മെന്റ്. ആ പർട്ടിക്കുലർ എക്യുപ്മെന്റ് ലീസിന് എടുക്കുന്ന ആള്, പാട്ടത്തിന് എടുക്കുന്ന ആളാണ് ലെസി എന്ന് പറയുന്നത്. അത് രണ്ടും നോക്കണം കേട്ടോ. ഇനി അടുത്ത് ലീസിങ്. ലീസിങ് എന്തുകൊണ്ടൊക്കെ നമുക്ക് ലീസിങ് ചെയ്യാം, എന്ത് കാരണങ്ങൾ കൊണ്ടൊക്കെ ലീസിങ് ചെയ്യാം എന്നുള്ളത്. ഫണ്ടിന്റെ അഭാവം കൊണ്ട്, for doing experiment as per the duration for which the equipment is needed, to avoid the huge need time for temporary adjustment. താൽക്കാലിക ക്രമീകരണത്തിനുള്ള എടുക്കുന്ന ആ ലീഡ് ടൈം ഒഴിവാക്കാനൊക്കെ ലീസിങ് നടത്താൻ പറ്റും. പിന്നെ നമ്മള് ജോബ് റെസ്പോൺസിബിലിറ്റി നോക്കണം കേട്ടോ. പർച്ചേസിങ് മാനേജറിന്റെ ഇതിനകത്ത് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിങ് മാനേജർ, പർച്ചേസിങ് ക്ലർക്ക് ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാം. ജോബ് റെസ്പോൺസിബിലിറ്റി നോക്കാം. ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിങ് മാനേജർ, ഇതിപ്പോ ഏതാ ചോദിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ വരുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓർഡർ, സൈക്ലിക്കൽ ആന്റി സിസ്റ്റം, ഫിക്സ്ഡ് ക്വാണ്ടിറ്റി, ട്യൂബിംഗ് സിസ്റ്റം, പേരുകളൊന്ന് നോക്കാം. പിന്നെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോറേജുകൾ നോക്കാം കേട്ടോ. ബൾക്ക് സ്റ്റോറേജ്, ഷെൽഫ് സ്റ്റോറേജ്, ബിൻ സ്റ്റോറേജ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോറേജുകൾ. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോറുകൾ, അത് നോക്കിക്കോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോർസ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോർസ് ആ പേജിൽ നിന്ന് അത് രണ്ടും നോക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോറേജുകളും ടൈപ്സ് ഓഫ് സ്റ്റോറുകളും നോക്കാം. പിന്നെ അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ. ഒബ്ജക്റ്റീവ്സ് അത് നോക്കാം. പിന്നെ കോഡിഫിക്കേഷൻ സിസ്റ്റം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇതും പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്നുണ്ട്, ഈ ഭാഗത്ത് നിന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. കോഡിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം, ആൽഫബറ്റിക്കല് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം, ഡെസിമൽ സിസ്റ്റം, കൊഡാക് സിസ്റ്റം. പിന്നെ അടുത്തത്
ബ്രിഷ് സിസ്റ്റം. ഇതിനകത്ത് ഇങ്ങനെ ചോദിക്കുന്നത് ഏത് കോഡിഫിക്കേഷൻ സിസ്റ്റത്തിലാണ് അല്ലെ? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഡിഫിക്കേഷൻ സിസ്റ്റം യൂസ് ദ ഡെസിമൽ ടു റെപ്രസെന്റ് ദ ഐറ്റം? ഏതാ? ഏത് കോഡിഫിക്കേഷൻ സിസ്റ്റത്തിലാ? ഷാരോ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സില. ഏത് കോഡിഫിക്കേഷൻ? ഡെസിമൽ സിസ്റ്റത്തില്. ഡെസിമൽ സിസ്റ്റത്തില്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഡിഫിക്കേഷൻ സിസ്റ്റം ആൽഫബറ്റ്സ് ഈസ് യൂസ്ഡ് ഫോർ is used for codify the materials? ഏതാ? ആൽഫബറ്റിക്കൽ ന്യൂമറിക്കൽ സിസ്റ്റം. പിന്നെ അതുപോലെ തന്നെ 10 ഡിജിറ്റ് ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൊഡാക് സിസ്റ്റം. പിന്നെ അടുത്ത 7 ഡിജിറ്റ് ബ്രിഷ് സിസ്റ്റം. അത് നോക്കാം. കോഡിഫിക്കേഷൻ സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തത് നമ്മള് ABC. ഇതിനകത്തൊന്നും വേണ്ട. പിന്നെ അടുത്തത് ഇതിനകത്ത് നോക്കാം കേട്ടോ. ഇന്ന് നമ്മൾ എടുത്തത് ABC അനാലിസിസിന് A ഐറ്റത്തിന് വരുന്നത്, B ഐറ്റത്തിന് വരുന്നത്, C ഐറ്റത്തിന് വരുന്നത് ഏത് ടൈപ്പാണെന്നുള്ളത് നോക്കാം. A ഐറ്റം, B ഐറ്റം, C ഐറ്റത്തിന് വരുന്നത്. പിന്നെ അടുത്തത് നമ്മള് അതിന്റെ അഡ്വാൻറ്റേജുകൾ പറഞ്ഞായിരുന്നു. അതിനകത്ത് പിന്നെ നിങ്ങള് പിൽഫറേജിന്റെ ഏതാണ് ഏതൊക്കെയാണ് ഐറ്റംസ് ഇൻവോൾവ് ഇൻ പിൽഫറേജ്? പിൽഫറേജിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഐറ്റംസ്, പിൽഫറേജിന്റെ കാരണങ്ങള്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അതിന്റെ റെമഡിയൽ മെഷേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അതൊക്കെ ഒന്ന് നോക്കാം. ഇത്രയും ഇപ്പൊ ഞാൻ പറഞ്ഞ ഏരിയാസ് ഒക്കെ നിങ്ങൾ പ്രത്യേകം ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഈ ഏരിയന്നൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ള ഏരിയ ആണ്. ഇതൊക്കെ പഠിക്കാൻ നമുക്ക് കുറച്ചുകൂടി ടൈം എടുക്കണം കേട്ടോ. മെറ്റതൊക്കെ നമുക്ക് വേഗം തീരും. ഈ 3rd 4th മൊഡ്യൂളിൽ ചാപ്റ്റേഴ്സ് എണ്ണം കുറവാണെങ്കിലും കണ്ടന്റ് കൂടുതലാണ്. അതും നമുക്ക് എല്ലാം എന്താ പറയാ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അത് കുറച്ചുകൂടി സമയം എടുത്തിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ചാപ്റ്റർ കൂടി ഉണ്ട് പഠിക്കാനായിട്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ക്ലാസ് മൈൻഡ് അപ്പ് ചെയ്തോട്ടെ? ഓക്കെ ടീച്ചർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. Thank you.